70 ആഴ്ചവട്ടത്തെപ്പറ്റി വേഗത്തിലുള്ള വിവരണമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 62 ആഴ്ചവട്ടം വരെ എന്നാണ്. അഥവാ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തനായ മശിക വരികയും ഛേദിക്കപ്പെടുകയും ചെയ്യണം. BC 445 മുതൽ 69 ആഴ്ചവട്ടത്തിൽ മശിക ഛേദിക്കപ്പെടണം. അതായത് BC 445 മുതൽ 483 വർഷം കഴിയുമ്പോൾ, അതായത് 69 × 7 483 വർഷം കഴിയുമ്പോൾ മശിക ഛേദിക്കപ്പെടണം. അർത്തഹ്ശഷ്ടാ രാജാവ് യെരുശലേമിൻ്റെ മതിൽ പണിക്ക് കൽപ്പന കൊടുത്തത് BC 445 മാർച്ച് 14 ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അന്ന് മുതൽ AD 32 ഏപ്രിൽ 6 സൺഡേ വരെ 483 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് വേദപഠിതാക്കൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. BC 445 മാർച്ച് 14 മുതൽ AD 32 ഏപ്രിൽ വരെ 1,73,880 ദിവസങ്ങൾ വരും. യഹൂദന്മാരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഒരു വർഷം 360 ദിവസമാകിയാൽ 1,73,880 ഹരിക്കണം 360 സമം 483 വർഷം. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. ഉൽപ്പത്തി 29 27 28 വാക്യങ്ങൾ. പ്രവചനത്തിൽ ഒരു ദിവസത്തിൽ ഒരു വർഷം എന്നാണ്. എഗസ്കേൽ 4:6 സംഖ്യ 14:34. അകൃത്യത്തിൻ്റെ ദിവസങ്ങളെ വർഷങ്ങളായി എണ്ണുന്നു. ആകിയാൽ 70 × 7 സമം 490 ദിവസം, 490 വർഷം എന്നർത്ഥം. സങ്കീർത്തനം 104:19. വേദപഠിതാവായ വില്യം റോബർട്ട് പറയുന്നതനുസരിച്ച് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് BC 457 ഇതനുസരിച്ച് AD 26 ശേഷം യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു എന്ന് വരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം ദാനിയേലിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടമായി ബന്ധമുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇതിനെ മഹോദ്രവം എന്നും യാക്കോബിൻ്റെ കഷ്ടകാലമെന്നും ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാത്തതുമായ കഷ്ടകാലമെന്നും ആൾനാൾ പോലെ വേറൊരു നാൾ ഇല്ല എന്നും ഏറ്റവും വലിയ കഷ്ടകാലമെന്നും പറഞ്ഞിരിക്കുന്നു. ഇരമ്യാവ് 30:7, മത്തായി 24:21, മർക്കോസ് 13:19. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന പല കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി നല്ല ബന്ധമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാർ ചെന്ന് 3 കാര്യങ്ങൾ ചോദിച്ചതായിട്ട് മത്തായി 24:3 കാണുന്നു. അത് എപ്പോൾ സംഭവിക്കും? 1. 2. നിൻ്റെ വരവിൻ്റെ അടയാളമെന്ത്? 3. ലോകാവസാനത്തിൻ്റെ അടയാളമെന്ത്? അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് AD 70 സംഭവിച്ചു. യെരുശലേം ദേവാലയം തീത്തോസ് കൈസറിനാൽ തീ വെച്ച് നശിപ്പിച്ചു. യേശുവിൻ്റെ വരവും ലോകാവസാനത്തിൻ്റെ അടയാളമെന്ത്? അത് ഇനി നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ വേണ്ട യോഗ്യതകൾ, ദൈവമക്കൾക്ക് വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ്? 1. ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. ഗലാത്യർ 5:24. 2. ക്രിസ്തുവിലായിരിക്കണം. 1 തെസ്സലോനി 4:16-17. 3. വിശുദ്ധരായിരിക്കണം. ഇബ്രായർ 12:24. 4. യോഗ്യതയുള്ളവരായിരിക്കണം. ലൂക്കോസ് 21:34-36 വരെയുള്ള വാക്യങ്ങൾ. 5. കാത്തിരിക്കുന്നവരായിരിക്കണം. എബ്രായർ 9:28, 2 പത്രോസ് 3:10-11 വാക്യങ്ങൾ. ഈ യോഗ്യതയോടെ കർത്താവായ ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവും മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യവും തമ്മിൽ നല്ല ബന്ധം, താരതമ്യം കാണുന്നു. അതിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഈ 2 ഭാഗത്തും യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ, വെളിപ്പാട് 6:3-4 വാക്യങ്ങൾ. 2 ഭാഗത്തും ക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 24:7, വെളിപ്പാട് 6:5-6 വാക്യങ്ങൾ. മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 24:7-9 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് 6:7-8 വാക്യങ്ങൾ. രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 24:9-10 വാക്യങ്ങൾ, വെളിപ്പാട് 6:9-10 വാക്യങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുള്ള മാറ്റത്തെക്കുറിച്ച് മത്തായി 24:29 വായിക്കുമ്പോൾ അതേ കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വെളിപ്പാട് 6:12-14 വരെയുള്ള വാക്യങ്ങൾ കാണാം. അതോടൊപ്പം ദിവ്യ ന്യായവിധിയെ സംബന്ധിച്ച് മത്തായി സുവിശേഷം 24:32 മത്തായി 25:29 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 6:15-17 വരെയുള്ള വാക്യങ്ങളിലും ന്യായവിധിയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാം. നാളെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.